ഇന്ത്യ ശ്രീലങ്ക ആദ്യത്തെ ഏകദിനം സമനിലയായിരിക്കുകയാണ്. ജയിക്കേണ്ട മത്സരം ഇന്ത്യ ടൈ ആക്കിയിരിക്കുകയാണ്. അവസാനം ഒരു റൺസ് മാത്രമേ ആവശ്യമുണ്ടായിരുന്നുള്ളൂ. ഒരുപാട് ബോൾസ് ഇന്ത്യയുടെ കയ്യിലുണ്ടായിരുന്നു. പക്ഷേ ഇന്ത്യയുടെ കയ്യിൽ വിക്കറ്റ് ഉണ്ടായിരുന്നില്ല. അവസാനമായി ബാറ്റ് ചെയ്യാനെത്തിയ അർഷദീപ് ഒരു റൺസ് പോലും എടുക്കാതെ ഔട്ടായപ്പോൾ ഇന്ത്യ ഓൾ ഔട്ടായിരിക്കുകയാണ്. ഇതോടുകൂടി കളി ടൈ ആയി. ശിവൻ ദുബെ ഔട്ടായതാണ് ഇന്ത്യക്ക് പണിയായത്. ബൗളേഴ്സിനെ ഒരു റൺസ് പോലും എടുക്കാൻ സാധിക്കുന്നില്ലെന്ന് പറയുമ്പോൾ അത് ഇന്ത്യക്ക് വലിയ നാണക്കേട് തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ ഇന്ത്യ ശ്രീലങ്ക ആദ്യത്തെ ഏകദിനത്തെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ന് ഫസ്റ്റ് ശ്രീലങ്കയാണ് ബാറ്റ് ചെയ്തത്. അവർക്ക് തുടക്കം തന്നെ വിക്കറ്റ് പോകുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. എന്നാൽ അവരുടെ ഓപ്പണർ നിസംഗ മികച്ച കളി കാഴ്ചവെച്ചു. പിന്നീട് ശ്രീലങ്ക മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. എങ്കിലും അവർക്ക് നല്ലൊരു ടാർഗറ്റ് നേടാൻ സാധിച്ചില്ല. 50 ഓവറിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ 230 റൺസ് മാത്രമേ ശ്രീലങ്ക ഇന്ന് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇന്ത്യ ഈസിയായിട്ട് കളി ജയിക്കുമെന്ന് എല്ലാവരും കരുതി. ഇന്ത്യക്ക് ഇന്ന് നല്ലൊരു തുടക്കമായിരുന്നു ലഭിച്ചിട്ടുണ്ടായിരുന്നത്. രോഹിത്തും ഗില്ലുമാണ് ഇന്നിങ്സ് ഓപ്പൺ ചെയ്തത്. ആദ്യത്തെ 75 റൺസ് വരെ ഇന്ത്യയുടെ ഒരു വിക്കറ്റ് പോലും പോയിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് ശുമാൻ ഗില്ല് ഔട്ടായി മടങ്ങി. അതിന് പിന്നാലെ തന്നെ രോഹിത് ശർമ്മയും പോയി. രോഹിത് ഇന്ന് 58 റൺസാണ് അടിച്ചു കൂട്ടിയത്. പിന്നീട് വന്ന വിരാട് കോഹ്ലി കുറച്ചു നേരം പിടിച്ചു നിന്നു. വാഷിംഗ്ടൺ സുന്ദർ പെട്ടെന്ന് ഔട്ടായി മടങ്ങി. ശ്രേയസ് അയ്യർക്കും അധികം ആയുസുണ്ടായിരുന്നില്ല. ഇന്ത്യ 132 റൺസിൽ 5 വിക്കറ്റ് പോയി. ഇതോടുകൂടി ഇന്ത്യ ശരിക്കും ഒന്ന് പേടിച്ചിട്ടുണ്ടായിരുന്നു. ഇനി അങ്ങോട്ട് വിക്കറ്റ് പോയാൽ അത് ഇന്ത്യക്ക് പണിയായിരുന്നു. എന്നാൽ ഈ സമയത്ത് രാഹുലും അക്സർ പട്ടേലും കൂടി ഇന്ത്യൻ ടീമിനെ മുന്നോട്ട് നയിച്ചു. ഇന്ത്യ പതിയാണ് കളിച്ചിട്ടുണ്ടായിരുന്നത്. ശ്രീലങ്കയെ ഇന്ത്യ ഈസിയായിട്ട് കണ്ടു. അതാണ് ഇന്ത്യക്ക് പണിയായത്. അങ്ങനെ ഇപ്പോൾ ഇന്ത്യ ശ്രീലങ്ക ആദ്യത്തെ ഏകദിനം സമനിലയായിരിക്കുകയാണ്. ജയിച്ച മത്സരമാണ് അർഷദീപ് സിംഗ് കൊണ്ടുപോയി കളഞ്ഞത്. ഇന്ത്യ അവസാനം ഓൾ ഔട്ടായി. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.